السلام عليكم ورحمة الله وبركاته. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الأخيرة من سلسلة جلسات سورة المائدة تحت إشراف فهم القرآن على أيسر طريق. ഖുർആൻ പഠനത്തിനെളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അൽ മാഇദ പഠന പരമ്പരയുടെ അവസാനത്തെ മുലാഖാത്തിലാണ് നമ്മളുള്ളത്. ഇനി മുലാഖാത്തില്ല അൽ മാഇദയിൽ, പിന്നെ വർക്കുകളാണ് ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 114-ാമത്തെ ആയത്ത് മുതൽ സൂറത്തിന്റെ അവസാന ഭാഗം വരെയാണ്. ഇതെല്ലാവരും വായിച്ചു നോക്കിയിട്ടുണ്ട്. അതിൻ്റെ വാക്യഘടനയിൽ ചില ചർച്ചയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചർച്ച ചെയ്തതിൽ ഞാൻ യെസ് ഓർ നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് ആ ഭാഗം നന്നായി നിങ്ങളൊന്ന് നോക്കുക, ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ്. നമുക്ക് എന്തായാലും ഇതൊക്കെ വായിക്കുമ്പോൾ അർത്ഥം കിട്ടുന്നു. പിന്നീട് ഈ അർത്ഥം കിട്ടുന്നതിൻ്റെ വെച്ചുകൊണ്ട് പടിപടിയായി മാത്രമേ നമുക്ക് പൂർണ്ണമായ വാക്യഘടനയിലേക്ക് എത്താൻ പറ്റൂ. പൂർണ്ണമായ വാക്യഘടനയിൽ എത്തണമെങ്കിൽ നമ്മൾ അല്പമെങ്കിലും ചിന്തിച്ചത് വർക്ക് ചെയ്ത് നോക്കണം. പറഞ്ഞതിലും ഉപരിയായി നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ചിലരെ ഉത്തരം പറയുന്നുള്ളൂ. ചിലർ പറയുന്നു ഞങ്ങൾ വേറെ ചില ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചിലർ പറഞ്ഞ് സൂറത്തുൽ ബഖറ തന്നെയും ഒരു അധ്യാപികയുടെ കീഴിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ആ അധ്യാപിക എങ്ങനെയാണ് പഠിപ്പിച്ചത്, ഏത് തലത്തിലുള്ള പഠനമായിരുന്നു എന്ന് പറയുന്നില്ല. നമ്മൾ പഠിക്കുന്നത് ഒരു ക്രിയ കിട്ടിയാൽ ആ ക്രിയ ഇപ്പൊ വർസഖന എന്നത് റസഖ എന്ന ക്രിയയുടെ കൽപ്പന രൂപമാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ രൂപഭേദമാണ് റാസിഖീൻ. അപ്പൊ ഇത് രണ്ടും പഠിച്ചാൽ റസഖ എന്ന വാക്കിൽ നിന്നാണ് ഇത് രണ്ടും കിട്ടേണ്ടത്. മുനസ്സിലുഹ എന്ന ക്രിയ എന്ന പദം അൻസലയിൽ നിന്നും ഉള്ളതാണ്. ഇങ്ങനെ ഒരു പഠനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ഒന്ന്, അത് നിങ്ങൾ SLRCയിൽ നിന്നായിരുന്നാലും അധ്യാപിക വേറെ ഏതെങ്കിലും അധ്യാപികയെ വെച്ച് പഠിച്ചതാണെങ്കിലും അതിന് മറുപടി എനിക്ക് കിട്ടണം. ഇവിടെ അല്ല, ഗ്രൂപ്പിലിട്ടാലും മതി, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഞാൻ മാളയും മുന്നാരിയും മാത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതെ, മാളയും മുന്നാരിയും പറഞ്ഞ പോരാ. അതായത് വർസഖന എന്നിടത്ത് റസഖ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതെല്ലാം റസഖ നിങ്ങൾ ആദ്യമേ പഠിപ്പിക്കുകയും ബാക്കിയെല്ലാ രൂപങ്ങളും നിങ്ങൾക്ക് ചൊല്ലി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ? രണ്ടാമത് മുനസ്സിൽ പറയുമ്പോ ഇത് അൻസലയിൽ നിന്നും വന്നതാണ്, അതിന്റെ എല്ലാ രൂപങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആയത്തിന്റെ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. വേർഡ് മീനിങ്ങും മാളയും മുള്ളാരും മാത്രമേ ഉണ്ടായിരുന്നു. വൽദിബുഹു എന്ന് പറയുന്നത് ഇതാണ്, അൻസലയിൽ നിന്നാണ് വന്നത്. അപ്പൊ ഞാനിത് ഇപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ ശിക്ഷിക്കും, അല്ലെങ്കിൽ ഞാൻ നാളെ ശിക്ഷിക്കുന്നു, അല്ലെങ്കിൽ നാളെ ശിക്ഷിക്കും എന്നത് രൂപഭേദം ഇത് വരുന്നുണ്ടോ? അതൊന്ന്. രണ്ടാമത് നമ്മൾ വാക്യഘടന, അപ്പൊ അതെല്ലാം ക്ലിയർ ആയി. അപ്പൊ നിങ്ങൾക്ക് മാളയും മുന്നാരിയും മാത്രമേ കിട്ടുന്നുള്ളൂ. അതിലെ 21 രൂപങ്ങളിൽ ഏതെങ്കിലും ഒരു ഘടന വെച്ചുകൊണ്ട് അതിന്റെ മാളി, മുനാരി, അംറ്, നഹി, ഇസ്മു ഫാഇൽ, ഇസ്മു മഫ്ഊൽ, മസ്ദർ
ഇത്രയും രൂപങ്ങൾ കിട്ടത്തക്ക രീതിയിൽ ഒരു പഠനം നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എനിക്ക് ഇല്ല. പറയാൻ പറ്റില്ല. തമാശയായിട്ട് പറഞ്ഞല്ല ഞാന്, അങ്ങനെ ഒരു പഠനം ലോകത്തില്ല. ശരി. ഉള്ളത് മാലി 14 രൂപ ഉണ്ട്, മുനാരി 14 രൂപ ഉണ്ട്, അമ്ര ഇത്ര രൂപ ഉണ്ട്, നഹി ഇത്ര രൂപ ഉണ്ട്, പിന്നെ അതിലെ എല്ലാ രൂപങ്ങളും ഇങ്ങനെ പറയാം. പക്ഷെ ഒരു ക്രിയ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം കിട്ടും എന്ന് ഒറ്റയടിക്ക് ഒറ്റ സ്ഥലത്ത് പറയത്ത രീതിയിലുള്ള സംവിധാനം ലോകത്തില്ല. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ പഠിച്ച രൂപങ്ങളിൽ ഇപ്പൊ ഇന്നയുടെ ഇസ്മാണ് ഇന്നയുടെ ഖബറാണ്, കാനയുടെ ഇസ്മാണ് കാനയുടെ ഖബറാണ്, അല്ലെങ്കിൽ അതുപോലുള്ള വാക്യഘടന വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അത് ആയതിന്റെ അർത്ഥം ബൈഹാർട്ടായിട്ട് പഠിക്കുക, പരീക്ഷ അല്ല, എഴുതുക, ഇതിപ്പോ അത്രേ എസ് എൽ ഉണ്ടായിട്ടുള്ളൂ. ആർ സിയിൽ കാന അഹ്വാത്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന അഹ്വാത്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ അങ്ങനെയുള്ള പഠനത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം കിട്ടിയിട്ടാണ് ഞാൻ വേറെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടത്. ഇത് പ്രത്യേകം ചോദിക്കാൻ കാരണം, ഒരാൾ കമന്റ് ഇട്ടു, ഞാൻ അറബിയൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കിതൊന്നും അറിയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചത് നമ്മുടെ കോഴ്സിൽ നിന്നാണ് എന്ന് അദ്ദേഹത്തിനെങ്കിലും ബോധ്യപ്പെടണം. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉസ്താദേ. നമ്മളൊക്കെ അതുകൊണ്ടാണ് കുറച്ച് ചോദിച്ചത്, അറബിക്കൊക്കെ ഇത്രയും ചോദിച്ചത്. പഠിച്ചത് അതില് ഗ്രാമർ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതന്നെ. വേർഡ്സ് ഇതൊക്കെ ആയിട്ട് വെച്ചിട്ട് അങ്ങനെ ഓക്കെ, ഒരു ശരി ശരി. അങ്ങനെ ഇനി ഒരു നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മളെ ഗ്രാമർ വിഷയത്തിലേക്ക് പാട്ട് ഇപ്പൊ ഉസ്താദിനെ പോലെ ഇത്രയും ഇതായിട്ട് പഠിപ്പിച്ചിട്ടില്ല. അതെ, നമുക്ക് അത്രയും പഠിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങളുടെ പ്രായത്തിൽ തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ നിങ്ങള് പിന്നെ കാസർഗോഡുള്ള ആള് തിരുവനന്തപുരത്തുള്ള ഒരു ബന്ധുമായി കോണ്ടാക്ട് ചെയ്തിട്ട് കാസർഗോഡല്ല, തലശ്ശേരിയാ. അല്ലല്ല, കാസർഗോഡുള്ള ആളുണ്ട്, സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ ഇല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പം പുസ്തകവും എനിക്ക് പുസ്തകം അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർക്ക് പുസ്തകം കൊടുത്തയച്ച സന്ദർഭം ഓർമ്മയുണ്ടോ അവരുടെ കയ്യിൽ? നിങ്ങളുടെ ആരാണ് വർക്കലുള്ളത്? വർക്കലുള്ള എന്റെ മകന്റെ ഭാര്യന്റെ. അപ്പൊ അവര് മുഖേന നമ്മൾ പുസ്തകം എത്തിച്ചേരുന്ന സമയം ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾ അതെ. വിചാരിച്ചിട്ടുണ്ടോ എനിക്ക് മാലി മുലാരി അമ്ര ഇസ്മ ഫാലി ഇസ്മ മഫ്ഊൽ മസ്ദർ അല്ലെങ്കിൽ കാനയുടെ ഖബർ, കാനയുടെ ഇസ്മ, പിന്നെ കാനയുടെ ഇന്നയുടെ ഇസ്മ ഇന്നയുടെ ഖബർ, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഭാഷ വെച്ചുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അന്ന്? ഇല്ല ഇല്ല, അൽഹംദുലില്ലാ ഇപ്പം കുറെയൊക്കെ പഠിച്ചു. നല്ല അതാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കുറേശ്ശെ കൊണ്ടുപോയി നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഖുർആനിലേക്ക് മുക്കി താഴ്ത്തുന്നത്. മുക്കി താഴ്ത്തുന്ന അത് ആ വാക്ക് തന്നെ വേണം നമുക്ക്. ഇസ്തിഖറാത്ത് എന്ന് പറയും. അതിലേക്ക് നമ്മൾ മുങ്ങിത്താഴണം ഖുർആനിലേക്ക്. അത് ആദ്യം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് എന്താണ് ഇത് നമുക്ക് തോന്നൂല. ഓക്കെ, ഇത് ഹുവാവൻ ഹുമ്മ പറയുന്നതൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ എവിടെ എത്തുന്നു? അപ്പൊ അതിനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞവരാരെയും കണ്ടില്ല. അതേപോലെ കുറെ പൂർണ്ണമായും വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞവരും ഇല്ല. എല്ലാവരും അർത്ഥം വെച്ച് നോക്കിയെന്നാണ് മറുപടി തന്നിരിക്കുന്നവരൊക്കെ തന്നിരിക്കുന്നത്. ശരി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നാണ് തുടങ്ങേണ്ടത്. എന്റെ ബാക്കിയാണ് പറയുന്നത്. അവർ ചോദിച്ചു, ഞങ്ങൾക്കൊരു മാഇദ ഇറക്കിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ, അള്ളാഹെ സൂക്ഷിക്കണം, നിങ്ങൾ അള്ളാഹെ പഠിച്ചോളണം എന്ന് അവരുടെ നബി പറഞ്ഞു. അപ്പോൾ ജനം പറഞ്ഞു, അല്ല, ഞങ്ങൾ അതിൽ നിന്നും അല്പം കഴിക്കുന്നതിനും അങ്ങനെ ഞങ്ങൾക്ക് സായുജ്യമടയുന്നതിനും താങ്കൾ പറഞ്ഞത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് അറിയുന്നതിനും ഞങ്ങൾ അതിന് സാക്ഷിയാകുന്നതിനും വേണ്ടിയാണ്, അത്ര മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ നബി പ്രാർത്ഥിക്കുകയാണ്, ഈസ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال عيسى ابن مريم اللهم ربنا أنزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين. قال الله إني منزلها عليكم فمن يكفر بعد منكم فإني أعذبه عذابا لا أعذبه أحدا من العالمين.
وإذ قال الله يا عيسى ابن مريم أأنت قلت للناس اتخذوني وأمي إلهين من دون الله قال سبحانك ما يكون لي أن أقول ما ليس لي بحق إن كنت قلته فقد علمته تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب ما قلت لهم إلا ما أمرتني به أن اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم لله ملك السماوات والأرض وما فيهن وهو على كل شيء قدير. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച കാര്യമാണ് പറയുന്നത്. قال عيسى بن مريم اللهم ربنا أنزل علينا مائدة. اللهم എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യാ അല്ലാഹ് എന്നതിന്റെ ഉറച്ച രൂപമാണ് അല്ലാഹുമ്മ. മബനിയായിട്ടുള്ള രൂപമാണ്, അതിൽ വേറെ രൂപഭേദങ്ങളൊന്നുമില്ല. യാ അല്ലാഹ് എന്നാണ് അല്ലാഹുമ്മ എന്ന വാക്കിന്റെ അർത്ഥം. റബ്ബന, അപ്പൊ അത് എന്തുകൊണ്ട് അതിന് റബ്ബന എന്നൊന്നു, റബ്ബിന് എന്തുകൊണ്ട് നസ്ബ് വന്നു? അപ്പൊ യാ അല്ലാഹ് എന്നല്ലേ പറഞ്ഞത്? അത് തന്നെ യാ അല്ലാഹ് എന്നാണ് പറഞ്ഞത്. യാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹ് എന്നതിന്റെ ബദലാണ് റബ്ബന. അപ്പൊ അല്ലാഹുമ്മ യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ യാ ഉണ്ട്, അല്ലാഹ് വിളിക്കുമ്പോഴത്തേക്ക് എന്താണ്? അല്ലാഹു റബ്ബന. അപ്പം യാ ഉപയോഗിച്ചിട്ട് റബ്ബന ഇത് അതിലോട്ട് ഇലാഫത്ത് ചെയ്യും. അപ്പൊ എന്തായി? റബ്ബിന് നസ്ബായി. അൻസിൽ അലൈന മാഇദതൻ, അപ്പോ ഞങ്ങൾക്ക് നീ ഒരു ഭക്ഷണത്തളിക ഇറക്കി തരണമേ. ഈ ആകാശത്തുനിന്ന്. തകൂനു ലന, അപ്പൊ എന്തുകൊണ്ട് തക്കൂനു എന്ന് വന്ന്, എന്തുകൊണ്ട് യക്കൂനു എന്നായില്ല? തകൂനു ഹിയ അൽ മാഇദത്തു, തകൂനു തിൽക്കൽ മാഇദത്തു, ആ മാഇദ ആകുന്നത്. ആ അപ്പൊ നിങ്ങൾ ഇതൊക്കെ വെച്ചിങ്ങനെ സംഭവം പഠിച്ചിട്ടുണ്ട്. ഷേഖിന്റെ പേര് മാത്രം. ഷേഖ് അറബിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഫേൽ എടുത്താൽ ആ ഫേലിന്റെ മസ്ദറും അതിലെ മാള് മുനാരി അമ്ര ഇസ്മ മഫൂൽ ഇത് വെച്ചുകൊണ്ടുള്ള ഒരു ഘടനകൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് അറബി ആയിരുന്നു. അല്ല, എന്റെ ചോദ്യം ഇതാണ്, ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു ഫേൽ എടുത്താൽ ഈ ഫേലിന്റെ മാള് ഇതാണ്, മുനാരി ഇതാണ്, അമ്ര ഇതാണ്, നഹി ഇതാണ്, ഇസ്മ ഫാഇൽ ഇതാണ്, ഇസ്മ മഫ്ഊൽ ഇതാണ്, മസ്ദർ ഇതാണ് എന്ന് പഠിച്ചിട്ടുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. എനിക്ക് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. കാരണം സെക്കൻഡ് ലാംഗ്വേജ്, ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല, ഞാൻ അറബി തന്നെ ലാംഗ്വേജ് എടുത്ത് മെയിൻ തന്നെ അറബി പഠിച്ചാളാണ്. സെക്കൻഡ് ലാംഗ്വേജ് കൂടാതെ അറബി മെയിൻ ആയിട്ട് പഠിക്കുക. അത് നിങ്ങളൊക്കെ പഠിക്കുന്നത് ചിലപ്പോൾ ആ ഡ്യൂറേഷനിലായിരിക്കും. നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവാൻ പഠിച്ചത്. അല്ല, നിങ്ങൾ MG യൂണിവേഴ്സിറ്റി എവിടെയായിരുന്നു? കാലിക്കറ്റ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ വ്യത്യാസം മാത്രമേ ഉണ്ടാവും. അപ്പൊ അതില് നെഹ്ൽവാദിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു പഠനം നമുക്ക് കിട്ടൂല. ഒന്ന്, കിട്ടിയെങ്കിൽ പറയണം. രണ്ട്, നമ്മൾ 17 ക്രിയാ ഗ്രൂപ്പുകൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ 17 ക്രിയാ ഗ്രൂപ്പുകൾ നമുക്ക് എണ്ണി പറയാൻ പറ്റും? അങ്ങനെ പഠിച്ചിട്ടില്ല. രണ്ടാമത്തേത്. മൂന്നാമത്തെ സംഗതി, 17 ക്രിയാ ഗ്രൂപ്പുകളിൽ
ആ 17 ക്രിയാ ഗ്രൂപ്പുകളിൽ നമ്മൾ പിന്നെ തുടക്കത്തിൽ ദുർബലാശം വരുന്നത്, മധ്യത്തിൽ ദുർബലാശം വരുന്നത്, അന്ത്യത്തിൽ ദുർബലാശം വരുന്നത്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം ചിലപ്പോ. മിസാല്, അജുവഫ്, നാക്കിസ്, പിന്നെ അത് കൂടാതെയും പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇതിന്റെയൊക്കെ പേര് പഠിച്ചിട്ടുണ്ടാവും. ലഫീഫ് മഖ്റൂൻ, ലഫീഫ് മഫ്റൂഖ്, ഇതൊക്കെ എങ്ങനെ അതിലുള്ളതാണ്. നമ്മൾ വക്കായക്കി എന്ന് പറഞ്ഞതിന്റെ പേര് പറഞ്ഞു തന്നിട്ടില്ല, അതിന്റെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ 2 ദുർബലാശം വന്നതും പഠിച്ചിട്ടുണ്ടായി. പിന്നെ അതൊന്ന്. നാലാമത്തെ സംഗതി, ദുർബലാശം. നമ്മൾ 17 ഗ്രൂപ്പുകളിൽ 3 അക്ഷരം വന്ന ക്രിയകൾ മാത്രമാണ് ദുർബലാശം വന്ന ക്രിയകളുടെ കൂട്ടത്തിൽ എല്ലാ സ്ഥലത്തും പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, പിന്നീട് വന്ന 17, അതായത് 3+ ഗ്രൂപ്പുകളുടെ ക്രിയകളിലും ദുർബലാശം വന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ദുർബലാശം വന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ നിങ്ങൾ ഏത് സിലബസിലാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ റിവേഴ്സ്ഡ് സിലബസിൽ ഓരോന്നിനും പ്രത്യേകം നമ്മൾ ഘടന കൊടുത്ത് പഠിച്ചിട്ടുണ്ട്. അത്ത പഠിച്ചപ്പോഴത്തേക്ക് എന്താണ്, അത്ത അല്ല, ആത്ത പഠിച്ചപ്പോ അത് ദുർബലാശം അവസാനം വന്നു. ഹാത്ത പഠിച്ചപ്പോ ദുർബലാശം ഇടയിൽ വന്നു. അങ്ങനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഓരോ ഗ്രൂപ്പുകളിലും ദുർബലാശം വരുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പഠനം പഠിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ബക്കറ, ആലിമ്ര കഴിഞ്ഞ് നിസായ മായിലെത്തി. ഇപ്പം വരാൻ പോകുന്നത് അടുത്ത് അതിനേക്കാളും അഡ്വാൻസ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് അൽ ബക്കറ മുതൽ വരാൻ പോകുന്നത്. അപ്പോ നേരത്തെ നമ്മൾ സിൽവർ പഠിച്ചവരിക്കായിരുന്നു ബക്കറ മുതൽ തുടങ്ങിയത്. ഇപ്പൊ ഫൈനൽ കഴിഞ്ഞവർക്കാണ് ബക്കറ മുതൽ തുടങ്ങുന്നത്. അപ്പൊ കുറെ കൂടെ ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് അതിൽ വരുന്നത്. അതിൽ ആശയ വിശകലനം, അൽമായിദ ഞങ്ങൾ പഠിച്ചതുപോലെ തന്നെ ആശയ വിശകലനം അതിൽ വരും. കുറച്ചുകൂടെ കൂടുതൽ ആശയ വിശകലനം വരുന്ന രീതിയിലാണ് അൽ ബക്കറ ഇനി വരാൻ. അപ്പൊ അങ്ങനെ ഒരു പഠനം സംഭവം ലോകത്ത് അങ്ങനെ ഒരു പഠനം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്രയും പറയാൻ കാരണം ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. പക്ഷെ ലാംഗ്വേജ് ഇത്രയും ഇന്റൻസീവ് ആയിട്ട് പഠിച്ചിട്ടല്ല ഖുർആനിലൂടെ ലാംഗ്വേജ് പഠിച്ച് ഇന്റൻസീവ് ആയിട്ട് പോയാണ്. തുച്ഛമായ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട്. മറ്റൊരു ദീർഘമായി പഠിച്ചിട്ട് പിന്നെ ഖുർആനിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ടാവും. അൽഫിയയും അതേപോലെ വേറെ ഗ്രാമർ പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ട് വരുന്നവരുണ്ട്. അപ്പൊ തക്കൂൻ ലന ഇതല്ലേ അവലിന വ ആഖിരിന, ഞങ്ങളിലുള്ള ആദ്യത്തെയും അവസാനത്തെയും എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആൾക്കാർക്ക് എന്നർത്ഥം. ആദ്യത്തെ ആൾക്കും അവസാനത്തെ ആൾക്കും മാത്രമല്ല. തക്കൂന് ലന ഈദൻ, ഞങ്ങൾക്കതൊരു പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ആഘോഷമാക്കി ആകുന്നതിന്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുടെ വചനങ്ങളാണ്. അവലിന വ ആഖിരിന വ ആയത്തൻ മിൻക്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിക്ക് അവരുടെ ചോദ്യം അത്രത്തോളം രസിച്ചിട്ടില്ലെങ്കിലും ചോദിക്കുമ്പോൾ അള്ളാഹോട് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, കാര്യമായിട്ടാണ് ചോദിക്കുന്നത്. ആയത്തൻ മിൻക്, നിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമായ നിലയിലും. അപ്പൊ അവിടെ ഹാലായി. വർസുഖ്ന വ അൻത ഖൈറുർ റാസിഖീൻ, നീയാണ് വിഭവം നൽകുന്നതിൽ ഏറ്റവും ഉത്തമനായ വിഭവ ദാതാവ്. ഖാല അല്ലാഹു ഇന്നി മുനസ്സിലുഹാ അലൈക്കും, അല്ലാഹ് പറഞ്ഞു ഇന്നി മുനസ്സിലുഹാ അലൈക്കും, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കത് ഇറക്കിത്തരും. ഇവിടെ ഇനി നിങ്ങൾ പറയുമ്പോ ഇന്ന പിന്നെ മുനസ്സിലിന് എന്തുകൊണ്ട് ലമ്മ വന്നു? ഇന്നയുടെ ഖബറാണെന്ന് പറയണം. അവിടെ പിന്നെ ലമ്മ പറയേണ്ട കാര്യം പറഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നത്. അതൊക്കെ ആദ്യം പഠിക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്നതാണ്. ഇനി നമ്മളത് പറയുമ്പോ എന്തെടുത്ത് പറയുമ്പോൾ പറയാൻ പാടില്ല. അതേസമയം നിങ്ങളെ ജൂനിയർ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ ഹിക്മത്താണ്. പഠിച്ച സ്റ്റുഡൻസിനെ അകറ്റി വിടാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹിക്മത്താണ്. എന്ത് പറയും? വെറുപ്പിച്ച് കളയരുതെന്ന് പറയും. അത് ഹദീസാണ്. യസ്റു വലാത്തു അശ്റു എന്നാണ്, വലാത്തു നഫിറു എന്നുണ്ട്. അതിന് ഒരു വാക്കുകൂടെ ഉണ്ട്, അത് മറന്നുപോയി. നിങ്ങൾ വെറുപ്പിക്കരുത്. ബഷിറു വലാത്തു നഫിറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. വലാത്തു നഫിറു, നിങ്ങൾ എന്ത് ചെയ്യരുത്, വെറുപ്പിച്ച് കളയരുത്.
അപ്പൊ അങ്ങനെയാണ് തന്ത്രപൂർവ്വം പഠിപ്പിക്കുക. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ മുനസ്സിലിന് എന്തുകൊണ്ട് വമ്മ് വരാൻ കാരണം ഇന്നി ഇല ജാഉൽ മുത്തക്കല്ലിം എന്താണ്? ഇന്നയുടെ ഇസ്മാണ്, ഇന്നയുടെ ഇസ്മാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? മുനസ്സിലിന് റഫ് വരാൻ കാരണം. ഇന്നി മുനസ്സിലു ഹാലയ്ക്കും. അപ്പൊ അള്ള പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഇറക്കി തരും എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അപ്പൊ ബാദിന് എന്തുകൊണ്ട് ലമ്മ വന്നു? ബാദിന് ശേഷം ഇലാഫത്ത് ഇല്ല. ബാദിനെ വേറൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്യുന്നില്ല. യക്ഫുർ ബാദു, ഈ അതിനുശേഷവും ആരെങ്കിലും നിഷേധിച്ചാൽ. അപ്പൊ എന്താണ്? നമ്മൾ ഈ വായിച്ചിങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സീരിയസ്നെസ് നമ്മുടെ മനസ്സിൽ വരണം. സീരിയസ്നെസ്സും വരണം. അത് സന്തോഷ വാർത്തയാണെങ്കിൽ സന്തോഷ വാർത്ത സീരിയസ്നെസ്സും വരണം. അതേപോലെ ആ ഓരോ ഘടനയിലേക്ക് നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ വരണം. കലത്തക്കുള്ള എന്ന് പറഞ്ഞെടുത്ത് ഈസാ നബി അലൈഹി സ്വലാം പറയുന്ന സമയത്ത് അത് ഗുരുതരമായ ഒരു അവസ്ഥയാണ് എന്ന്, നിങ്ങൾ അല്ലാതെ സൂക്ഷിച്ചോളൂ എന്ന് പറയുന്ന സമയത്ത് ഗുരുതരമായ അവസ്ഥയാണെന്ന്. പിന്നീട് ഈസാ നബി ഇസ്ലാം പ്രാർത്ഥിക്കുന്ന സംഭവം വന്നപ്പോൾ ഈസാ നബി ഇസ്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പിന്നെ എന്ത് അള്ള പറയുന്ന കാര്യം, അല്ലാഹു ഇന്നി മുനസ്സിലുഹാ അലൈക്കും, ഓഫ് കോഴ്സ് വി വിൽ സെൻഡ് യു ദാറ്റ്. തീർച്ചയായിട്ടും നാം നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെന്ത് പറഞ്ഞു? അതിനുശേഷവും ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മുനസ്സിലുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം? അതായത് ഒരു നാമവാക്യമായിട്ട് ഉപയോഗിച്ചത് കൊണ്ട്. ഇന്ന വന്നപ്പോ എന്താണ്? ഈ ജുംല ഇസ്മിയാണ്. ഇന്നി യാ മുത്തക്കല്ലിമാണ്. മുനസ്സിൽ മനസ്സിലായി. നമ്മൾ സാധാരണ നസ്സല എന്നുള്ള, അതെ, ഇന്നി ഉനസ്സിലുഹ എന്ന് വേണമെങ്കിൽ പറയാം, മതി. അതെ. പക്ഷെ അങ്ങനെ ഇസ്മ ഫാഇൽ പറയുന്ന രൂപവും ഭാഷയിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അത് ടെൻസിന്റെ കെട്ടിക്കൊടുക്കുന്നതിൽ നിന്നും മാറാൻ പറ്റും. അങ്ങനെ സംഭാഷണത്തിൽ ധാരാളം ഉപയോഗിക്കാറുണ്ട്. അന റാഇഹ് എന്നാണ്. ഇപ്പോ ഞാൻ പോകുന്നു, അന അറൂഹ് എന്ന് പറയുന്നതിന് വരെ അന റാഇഹ് എന്നാണ് സാധാരണ പറയല് സംസാരിക്കുമ്പോൾ. അപ്പൊ പല സംഭാഷണത്തിൽ അധികവും ഈ ഇസ്മ ഫാഇലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിന് ഒക്കെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഞാൻ ചെയ്യും എന്ന് പറയുന്ന പിന്നെ എന്താ പറയാ, ആ ടെൻസിന്റെ കോംപ്ലിക്കേഷനിൽ നിന്നും ഒഴിവാകാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ ജുംല ഇസ്മി ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മനസ്സിൽ എന്ന് വാക്ക് ഉപയോഗിച്ചു. അലൈക്കും فمن يكفر بعد منكم فإني أعذبه عذابا لا أعذبه أحدا من العالمين. لا أعذبه, ഞാൻ അവനെ ശിക്ഷിക്കുകയില്ല, ഞാൻ ശിക്ഷിക്കുകയില്ല, അഹദൻ മിനൽ ആലമീൻ, ലോകത്തിലുള്ള ഒരുത്തരെയും ശിക്ഷിക്കാത്ത അത്ര കഠിനമായി ശിക്ഷിക്കും എന്നാണ്. ഇനി ഉഅദ്ദിബുഹു, ഞാൻ അവനെ ശിക്ഷിക്കും, അസാബൻ, ശിക്ഷ, ലാ ഉഅദ്ദിബുഹു, ആ ശിക്ഷ ഞാൻ ശിക്ഷിക്കുകയില്ല. അപ്പൊ ഉഅദ്ദിബുവിന്റെ കൂടെയുള്ള ഹു എങ്ങോട്ട് പോകുന്നു? അസാബിലേക്ക് പോകുന്നു. ലാ ഉഅദ്ദിബുഹു അഹദൻ, ആ ശിക്ഷ ആരെയും ശിക്ഷിക്കുകയില്ല, മിനൽ ആലമീൻ, ലോകത്താരെയും ശിക്ഷിക്കാത്ത അത്ര കഠിനമായി ഞാൻ അവനെ ശിക്ഷിക്കും. ഇത്രയും തെളിവ്, അതായത് ആകാശത്തു നിന്നും ഒരു ഭക്ഷണ തെളിവ് ഇങ്ങനെ ഇറങ്ങി വരട്ടെ, ഞങ്ങളതിൽ നിന്നും ഭക്ഷിച്ച് ഞങ്ങൾ സായുജ്യമടയട്ടെ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഭയങ്കര കടും കൈയായി പോയി. അങ്ങനെ കുഴപ്പമില്ല, നമുക്കത് അയച്ചു തരാൻ പറ്റും. അള്ളാഹ് പറയാണ്, തീർച്ചയായിട്ടും എനിക്ക് ഞങ്ങൾക്ക് അത് അയച്ചു തരാൻ എനിക്ക് കഴിയും. പക്ഷെ ആരെങ്കിലും പിന്നെയും അത് ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ, നിഷേധിയായിട്ടുണ്ടെങ്കിൽ അവനെ കഠിനമായി ശിക്ഷിക്കും എന്നാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇവിടെ ഉഅദ്ദിബു എന്നുള്ളതിന് മുഅദ്ദിബു എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ മുനസ്സിലു എന്ന് പറഞ്ഞ പോലെ. എന്ന് പറയുന്നത് അവിടെ ലാ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ഘടന മാറ്റേണ്ടി വരും. ഘടന മാറ്റിയാൽ ഉപയോഗിക്കുമല്ലോ. ഇന്നി മുനസ്സിലു എന്ന് പറഞ്ഞെടുത്ത് ഇന്നി ഉനസ്സിലു എന്ന് പറയാൻ പറ്റും.
അതേസമയം ലാ മുഅദ്ദിബ് എന്ന് പറയുന്നിടത്ത് അവിടെ ഗണന മാറ്റിയിട്ടേ മുഅദ്ദിബ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആശയം ശരിയാവും. അത് ഇവിടെ ശരിക്കും ടെൻസിന്റെ ആവശ്യമുണ്ട്, മറ്റിടത്ത് ടെൻസിന്റെ ആവശ്യമില്ല, ആവശ്യം അങ്ങനെയാണ്. വരുന്നില്ല. അത് ആവശ്യം ഇല്ലാത്ത രീതിയിലാണ് അവിടെ ജുംല ഇസ്മി ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ജുംല ഫെയിലി ആയിട്ട് വരുമ്പോൾ ഇവിടെ ടെൻസ് വേണ്ടി വരും. അതെ. ഇവിടെ ടെൻസ് ഇല്ലാതെ ഇതൊരു ഫ്യൂച്ചർ ഉപയോഗിക്കണമെങ്കിൽ ഗണന കാണിക്കുന്നുണ്ട്, ഭാവി തന്നെ കാണിക്കുന്നുണ്ട്. മാറ്റേണ്ടി വരും. മാഷാ അല്ലാ, അത്രയും ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ തലത്തിലേക്ക് നിങ്ങൾ എത്തിയില്ലേ? ഇവിടെ ഫമൻ യക്ഫുർ എന്നുള്ള കൂടുതൽ അല്ലേ ആ ഫമൻ യക്ഫുർ എന്നുള്ള ചെറുതായിട്ടല്ലേ? അതെ 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 അത് വരാം, അതിലേക്ക് വരാം. ഷെയ്ഖ് അബൂബക്കർ സാഹിബ് എന്താ പറഞ്ഞു? ലാ ഉഹദ്ദിബുഹു അഹദൻ, ആരെയും ശിക്കാത്ത വിധത്തിലാണോ? അതെ, അവിടെ ഒരു നീട്ട് കൂടുതലുണ്ട് അല്ലേ? ആ നീട്ട് കൂടുതലുണ്ട്. കറക്റ്റ്. അത് തജ്വീദിന്റെ നീട്ടാണ്. ഓക്കെ, തങ്ങൾ പറഞ്ഞത് ഞാൻ പറയാൻ വിട്ടുപോയി. ഫമൻ യക്ഫുർ എന്നിടത്ത് നമ്മൾ ഹിഫ്ളൊക്കെ ആക്കുമ്പോഴത്തേക്ക് സംശയം ഉണ്ടാകരുത്. ഫമൻ യക്ഫുർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? ഷർത്താണ്. ആ ഷർത്തിന്റെ ജവാബാണ് ഫഇന്നി ഉഅദ്ദിബുഹു. അങ്ങനെ ആരെങ്കിലും ഒരാൾ അതിനുശേഷവും നിങ്ങൾ ആരെങ്കിലും അതിനുശേഷവും നിഷേധിയായിട്ടുണ്ടെങ്കിൽ ഫഇന്നി ഉഅദ്ദിബുഹു അദാബൻ ലാ ഉഅദ്ദിബു അഹദൻ മിനൽ ആലമീൻ. അതിന്റെ റിസൾട്ടാണ് ഫഇന്നി ഉഅദ്ദിബു. അങ്ങനെ ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ശിക്ഷിക്കും. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം, യാ ഈസ ഇബ്ന മറിയം. അപ്പൊ ഇബിൻ എന്തുകൊണ്ട് നസ്ബ് വന്നു? ഈസയുടെ നാറ്റാണ്. എന്താണ്? ബദലാണ്. ഈസ മുലാഫാണ്. ആ ഈസ, ഈസ ഇബ്ൻ എന്ന് പറയുമ്പോ അതെ, നാറ്റാണ്. ഈസ ഇബിന് എന്ന് പറയുമ്പോ മുലാഫാണോ? അല്ല, മുലാഫല്ല, ഇബിനെ മറിയമാണ് മുലാഫ്. ഇബിന് മറിയമാണ് മുലാഫ്. ഇത് ബദലായി. ഇത് ബദലായിട്ട് ഇബിന് മറിയം പിന്നെ മുനാദിയായിട്ട് വരുന്നു. ഇതിന്റെ ബദലായ മുനാദിയായിട്ടാണ് വരുന്നത്. വിളിക്കപ്പെടുന്ന വസ്തുവാണ്, വിളിക്കപ്പെടുന്ന ആളാണ്. യാ ഈസ, അതായത് ഇബിന മറിയം. മറിയമിന് എന്തുകൊണ്ട് ഈസ എങ്ങനെയാണ് നസ്ബാവുന്നത്, അവിടെ മൻസൂബാവുന്നത്? ഈസ എന്തുകൊണ്ടാണ് നസ്ബായത്? അവിടെ മുലാഫല്ല. ഈസയ്ക്ക് എന്ത് അടയാളമാണുള്ളത്? ഇപ്പോൾ പ്രത്യക്ഷത്തിൽ എന്ത് അടയാളം കാണുന്നുണ്ട്? പ്രത്യക്ഷത്തിൽ അടയാളം നോക്കാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അവിടെ ഒരു അടയാളം ഇല്ല. നസ്ബ് ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് ആരെങ്കിലും നസ്ബ് കണ്ടോ? ഇല്ല. ഇബിനൊക്കെ നസ്ബ് വന്നതുകൊണ്ടാണ് ചോദിച്ചത്. ഇബിനയ്ക്ക് നസ്ബ് വന്നത് ഈസയ്ക്ക് എന്താണ്? ഈസ വിളിക്കപ്പെടുന്ന വസ്തുവാണ്, വിളിക്കപ്പെടുന്ന ആളാണ്. അതിന് പകരം വിളിക്കപ്പെടുന്ന വേറൊരാൾ വന്നു. അപ്പൊ എന്തായി? ഇബിനാണ്. ആ ഇബിന് വിളിക്കപ്പെടുന്ന വസ്തു എന്താണ്? മറിയമിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇബിനിന്റെ അടയാളം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ആ ഇബിന് അടയാളം വരാൻ കാരണം ഇബിന് ഈസയുടെ ബദലായിട്ട് വന്നപ്പോൾ മുനാദയായി. പക്ഷേ ആ മുനാദ എന്താണ്? മറിയമിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ പിന്നെ അതിന് ആ അടയാളമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതേ സംഗതി തന്നെയാണ് നേരത്തെ വന്നിടത്തും വന്നത്. അല്ലാഹുമ്മയ്ക്ക് ശേഷം റബ്ബന വന്നു. അപ്പൊ അല്ലാഹുമ്മ എന്ന് പറയുന്നത് യാ അല്ലാഹ് എന്നാണ്. പിന്നീട് എന്താണ്? റബ്ബന. അപ്പൊ ആ അള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ ബദല് റബ്ബ് എന്ന് വാക്ക് വന്നു. ആ റബ്ബ് എന്താണ്? നഹ്നുവിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്. ഈസബിന് മറിയം. ഈ മറിയമിന് എന്തുകൊണ്ടാ മുലാഫ് ചെയ്യപ്പെട്ടത് വന്നപ്പോഴത്തേക്ക് മറിയം എന്തുകൊണ്ടാ ഗസ് കൊടുക്കാൻ? മജ്റൂറിന്റെ അവസ്ഥയിൽ എന്താണ്? നിസാന്റെ പേരായതുകൊണ്ടാ.
മംനൂമിനെ സർഫ് മജ്റൂറിന്റെ അവസ്ഥയിൽ ഫതഹയാണ് അതെ സ്വീകരിക്കുന്നത്. അതെ മംനൂ സർഫാകാൻ കാരണം എന്താ? അത് സ്ത്രീകളുടെ പേര്. സ്ത്രീകളുടെ പേര്. وأنت قلت اوكي أأنت قلت للناس اتخذوني وأمي إلهين. അപ്പൊ ഇത്തഹിദൂനി വ ഉമ്മിയ ഇലാഹൈൻ എന്നുള്ളത് ഉദ്ധ ബിന്ദുവിനില്ല എന്നെന്താണ്? കൊട്ടേഷൻ മാർക്കിനകത്താണ്. അപ്പൊ അള്ളാഹ് ചോദിക്കുകയാണ്, യാ ഈസ ബിൻ മറിയം, മറിയമിന്റെ മകനായ ഈസ, അഅൻത ഖുൽത ലിന്നാസ്, നീയാണോ ജനങ്ങളോട് ഇപ്രകാരം പറഞ്ഞത്? ഇത്തഹിദൂനി വ ഉമ്മിയ, എന്നെയും എന്റെ ഉമ്മയും നിങ്ങൾ ആരാധ്യരാക്കൂ, അള്ളാഹെ കൂടാതെ നിങ്ങൾ ആരാധ്യരാക്കൂ എന്ന ഉദ്ധരണി എന്ന എന്താണ് ഈ വാക്യം നീയാണോ പറഞ്ഞത് എന്ന് ഈസാ നബി അലൈഹി സ്വലാം മേടിച്ചു ചോദിക്കുക. അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഖാല, അപ്പോ ഈസാ നബി അലൈഹി സ്വലാം മറുപടി പറയാണ്, അപ്പൊ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി പറയുകയാണ്. ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഉള്ള ചോദിക്കുന്ന സന്ദർഭം എന്നാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കും എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ചോദിക്കുന്ന സന്ദർഭം എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ എന്താണ് ഖുർആൻ പറയുന്നതെല്ലാം വിഷ്വലൈസേഷനാണ്. ആ വിഷ്വലൈസേഷന്റെ ഇതിലേക്ക് നമ്മളെ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. കാല, അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പറയുമെന്നേ നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. പറഞ്ഞു എന്നാണ് അവിടെ വാക്കർത്ഥം. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ. അത് പ്രയോഗമാണ്. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ. മാ യകൂനു ലീ, മാ യകൂനു ലീ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിലാണ് അത് പഠിച്ചിരിക്കുന്നത്. മാക്കാന, നോട്ട് സ്യൂട്ടബിൾ, അനുയോജ്യമല്ല. മാ യകൂനു ലീ, എനിക്ക് ഭൂഷണമല്ല. അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്ഖിൻ, എനിക്ക് ഹക്കില്ലാത്തത്, അർഹതയില്ലാത്തത്. ഉസ്താദെ, ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ലാ യൻബഗി എന്ന അർത്ഥം ഇതിന് വരുമോ? ആ ലാ യൻബഗി എന്ന് പോലെ തന്നെയാണ്. ലാ യൻബഗി എന്ന് പറഞ്ഞാൽ അനിവാര്യമല്ലെന്നാണ്. വ്യത്യാസം ഉണ്ട് അപ്പോ അല്ലെ? ചെറിയ വ്യത്യാസം ഉണ്ടാവും. ലാ യൻബഗി എന്ന് പറയും, മാ യകൂനു എന്ന് പറയുന്നത്, മാക്കാന എന്ന് പറയുന്നതും ഒരേപോലെ തന്നെയാണ്, ഏകദേശം ഒരുപോലെയാണ്. അനുയോജ്യമല്ല എന്ന് തന്നെയാണ് രണ്ടിന്റെയും അർത്ഥം. മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, മാ ലൈസ ലീ ബിഹഖ്. ഇവിടെയൊന്നും നമുക്ക് പ്രത്യേക ഘടന ഒന്നും പഠിക്കാനില്ല, നമ്മൾ പഠിച്ച സംഭവങ്ങൾ തന്നെ ഉള്ളൂ. ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിനക്ക് നീ അറിഞ്ഞിട്ടുണ്ടാകും. ഫഖദ് അലിംതഹു, നീ അതിനെ അറിഞ്ഞിട്ടുണ്ടാകും. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്, എന്റെ ആത്മാവിലുള്ളത് നീ അറിയുന്നു. വലാ അഅലമു മാ ഫീ നഫ്സിക്, നിന്റെ ആത്മാവിലുള്ളത് ഞാൻ അറിയുന്നു. ഇവിടെ നഫ്സിനെ നമ്മൾ ആത്മാവെന്ന് പറയുമ്പോൾ റൂഹിന് ആത്മാവെന്ന് പറയുന്ന അർത്ഥമല്ല. റൂഹും നഫ്സും രണ്ടും രണ്ടാണ്. പക്ഷെ നമ്മൾ ജീവനും റൂഹും എന്നൊക്കെ പറയുന്നത് പോലെ സംഭവം രണ്ടാണ്. നഫ്സ് ഉള്ളിലുള്ളത് എന്ന അർത്ഥത്തിലാണ് നഫ്സ് പറയുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന് പറയുമ്പോൾ റൂഹ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. റൂഹ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ട് പിന്നെന്തുകൊണ്ട് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നേ ഉള്ളൂ റൂഹ്. പക്ഷെ നഫ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന് പറഞ്ഞു. നഫ്സ് മരിക്കുന്നു. അതിന്റെ ആശയം നമ്മൾ ഉൾക്കൊള്ളാനല്ലാതെ നമുക്ക് എന്താ പറയാ ഭാഷയിലൂടെ നിർവചിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞുള്ളൂന്നില്ല. അപ്പൊ ഇവിടെ താലും മാഫി നഫ്സി, നിന്റെ ഉള്ളിലുള്ളത് എനിക്കറിയാം, എന്റെ ഉള്ളിലുള്ളത് നിനക്കറിയാം. വല ആലും മാഫി നഫ്സിക്ക്, നിന്റെ ഉള്ളിലുള്ളത് എനിക്ക് അറിയാൻ കഴിയുമോ? വല ആലം. അപ്പൊ ഇവിടെ ഈസാ നബി അലൈഹി സ്വലാമയുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാം ഒരുപാട്
പല അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം അള്ളാന്റെ അനുമതിയോടുകൂടി അള്ളാഹ് നൽകുന്ന വരങ്ങളാണ്, അല്ലെങ്കിൽ പ്രത്യേകതകളാണ്, പ്രത്യേക ദൃഷ്ടാന്തങ്ങളാണ്. അതിനപ്പുറം ഒരു പ്രവാചകനും ഒരു കഴിവുമില്ല എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു വാക്യത്തിലൂടെ. വല അലം മാഫി നഫ്സിക്, അള്ളാന്റെ ഉള്ളിലുള്ളതൊന്നും എനിക്കറിയില്ല, അള്ളാന്റെ മനസ്സിലുള്ളതൊന്നും എനിക്കറിയില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, മറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചെല്ലാം നീ ആഴത്തിൽ അറിയുന്നവനാണ്. ഗൈബിന്റെ ബഹുവചനം ഗുയൂബ്, അല്ലാമുൽ ഗുയൂബ്, മറഞ്ഞിരിക്കുന്നവയുടെ എല്ലാത്തിന്റെയും അല്ലാമാണ്. നന്നായി അറിയുന്നവനല്ലേ. ആലിമുൽ ഗൈബി വശഹാദ എന്ന് പറഞ്ഞതിനേക്കാളും തീവ്രമാണ് അല്ലാമുൽ ഗുയൂബ് എന്ന് പറയുന്നത്. അപ്പൊ മറഞ്ഞിരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. ആ മറഞ്ഞിരിക്കുന്ന ഒരുപാട് സംഗതികളെ കുറിച്ചൊക്കെയും ഒരു ധാരാളം സംഗതികൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെയും നന്നായി അറിയുന്നവനാണ് നീ. അക്ഷരം കൂടുതൽ കൊടുത്ത് ശക്തിപ്പെടുത്തി പറയാ അല്ലേ? അതെ, അല്ലാമ ഫഅൽ വസന്, അത് ഓർമ്മിച്ചാൽ മതി. അത് ഡെപ്തിനെ സൂചിപ്പിക്കുന്നതാണ്, ഡെപ്ത് ഉള്ളതാണ്. നമ്മൾ പല സ്ഥലത്ത് വന്നിട്ടുണ്ട്. സോ അൻമജുദി തന്നെ വന്നിട്ടുണ്ട്. അവിടെ കായും ഉണ്ട് അൻതയും ഉണ്ട് അല്ലേ? എല്ലാം ഇന്നക്ക അൻത എന്ന് പറയുമ്പോ രണ്ട് മെംഫസിസ്. ഇന്നക്ക അൻത അല്ലാമ ഗുയൂബ് എന്ന് പറയുമ്പോൾ ആശം ശരിയായി. അൻത എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ് അല്ലാമുൽ ഗുയൂബ്. നേരത്തെ പറഞ്ഞതുപോലെ അള്ളയാണ് ഏറ്റവും അറിയുന്നവൻ, വേറെ ആർക്കും ആ അറിവില്ല. അവൻ ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്, രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്, പ്രത്യക്ഷവും പരോക്ഷവുമായത് അറിയുന്നവനാണ്. അപ്പൊ അത് തന്നെയാണ് അല്ലാന്ന്. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി. അപ്പോ റസൂലുമാര് ജനങ്ങളോട് പഠിപ്പിക്കുന്നത് എന്താ? ഇതാണ്, അള്ളാഹ് എന്താണ് കൽപ്പിച്ചത് അത് മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ. റസൂലുമാര് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം എന്താണ്? റസൂലുമാര് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ളതാണ്. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി. മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടേ ഇല്ല. ഇല്ലാ മാ അമർതനി, ഇന്നി ഖുൽതു ലഹും മാ അമർതനി എന്ന് പറയുന്നതിന് അപ്പുറം തീവ്രതയുള്ളതാണ് മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി. ഡബിൾ നെഗറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് ഇന്ന ഉപയോഗിച്ച് പറയുന്നതിനേക്കാളും തീവ്രമായ എംഫസൈസിംഗ് ആണ്. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി, നീ പറഞ്ഞതല്ലാതെ വേറെ ഒന്നും നീ കൽപ്പിച്ചതല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അമറ ബിഹി, ഏതെന്ന് കൊണ്ടാണോ കൽപ്പിച്ചത്, ഏതൊന്നിനെയാണോ പറയാൻ കൽപ്പിച്ചത്, അതല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അമറയുടെ കൂടെയുള്ള പ്രിപ്പോസിഷൻ ആണ് ബി. എന്ത് ചെയ്യാൻ കൽപ്പിച്ചു അത്. അനി അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം അല്ലേ? അനി അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും. അപ്പോ എന്ത് പറഞ്ഞു? അൻ എന്ന്, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹയെ ഇബാദത്ത് ചെയ്യുക. റബ്ബി, അപ്പൊ റബ്ബിന് എന്താണ് യഥാർത്ഥത്തിൽ അടയാളം? നസ്ബ്. കാരണം ജലാലത്തിന്റെ ബദലായതുകൊണ്ട് കേട്ടാ. ലഫ്ലുൽ ജലാലത്തായ അള്ളാന്റെ ബദൽ എന്ന് പറയുന്നത് അങ്ങനെ ആരോ പറഞ്ഞെന്ന് തോന്നി എനിക്ക്. ലഫ്ലുൽ ജലാലത്തായ അള്ളാന്റെ ബദലല്ല, ലഫ്ലുൽ ജലാലത്തിന്റെ ബദൽ, ഞാൻ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ അള്ളാഹ് എന്ന കലിമത്തിന്റെ പറയാൻ പറ്റുമോ? എങ്ങനെ അർത്ഥത്തിൽ പറയാൻ പറ്റുമോ? നേരത്തല്ല, വേണമെങ്കിൽ പറയാം. പക്ഷെ ബദലെന്നാണ് അധിക ബദലന്മാരും പരാമർശിക്കൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ. ഒരു ഇതില് പറയുന്നത് കേട്ടത്, അതായത് നമ്മളത് പേരായിട്ട് എടുക്കുമ്പോൾ ഇതിന്റെ ബദലായിട്ട് പറയാം, അതിന്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ അതൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതാണ്, അങ്ങനെ പറയാം പേര് പറയുകയാണെങ്കിൽ അതിന്റെ വിശേഷണം പറയുകയാണെങ്കിൽ റബ്ബി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ രക്ഷിതാവായ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പറഞ്ഞു നോക്കി. എങ്ങനെയായിരുന്നാലും എന്താണ് അടയാളം? കാരണം അള്ളാഹ് എന്ന വാക്കിന്റെ വിശേഷണമാണ്, അല്ലെങ്കിൽ ബദലാണ്. വിശദീകരണം എന്ന് പറയാൻ പറ്റോ?
അല്ല എന്ന പദത്തിന്റെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട അതില് ബദലാണ് വിശേഷണം. വിശദീകരണവും ന്യായത്തും. അതായത് നമ്മൾ മലയാളം പറയുന്നത് പോലെ അല്ല അറബിയുടെ ഗ്രാമർ. നമ്മൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജൂനിയേഴ്സിന് പഠിപ്പിക്കുമ്പോഴല്ല പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. അതൊന്നും നമ്മൾ ന്യായത്തും പതിയും ഒന്നും പഠിപ്പിക്കരുത്. അതൊക്കെ നമ്മൾ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം പഠിപ്പിച്ചാൽ മതി. ഫൈനൽ കഴിഞ്ഞതിന് ശേഷം. ഇന്ന് ഞാൻ ഒരു സ്റ്റുഡന്റുമായിട്ട് കുറച്ച് ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ സ്റ്റുഡന്റ് അടുത്ത കോഴ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ആ സ്റ്റുഡന്റിനെ സമയത്തോളം വളരെ മാർക്ക് വളരെ കുറവാണ്. പക്ഷേ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രേഡ് തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഗ്രേഡ് പറയുന്ന സൂപ്പർ ഗ്രേഡ് തരുന്നില്ല. എന്തുകൊണ്ട് സൂപ്പർ ഗ്രേഡ് തരാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹം പഠിക്കുന്ന രീതിയിൽ പഠിക്കുന്നില്ല. അപ്പോ ഒരു അഭ്യസ്ത വിദ്യന്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അത് വിദ്യാസമ്പന്നനായ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് പോലും ഇത് നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതെന്താണ്, അത് പുരപ്പുറത്ത് മഴ പെയ്തതുപോലെയോ അല്ലെങ്കിൽ പാറപ്പുറത്ത് മഴ പെയ്തതുപോലെയോ മണലുള്ള പാറപ്പുറം എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലോ. അതിന്റെ പുറത്ത് മഴ പെയ്തതുപോലെയൊക്കെ ആവേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ന്യൂട്രൽ വേണം കാര്യങ്ങൾ. ഇളം എന്താ പറയാ ആ തരത്തിലുള്ള സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുമ്പോൾ വേണമെങ്കിൽ പറയാം, ന്യായത്തൊന്നും ബദലൊന്നും ആണ് പറയാൻ പറ്റുക. പിന്നീട് വിശദീകരണമൊന്നും പറയാൻ പറ്റില്ല. ബദലാണെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് എന്റെ അറിവ്. ഞാൻ അതിന്റെ വേണമെങ്കിൽ കോപ്പി ഇട്ട് തരാം. റബ്ബി വറബ്ബക്കും. അതുകൊണ്ടാണ് റബ്ബിന് എന്ത് ചെയ്തത്, വറബ്ബക്കും എന്ന് പറഞ്ഞതിന് റബ്ബിന് നസ്ബ് കൊടുത്തത്. ഈ സംസാരം ഈസാ നബി അദ്ദേഹത്തിന്റെ ആൾക്കാരോടല്ല പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ആൾക്കാരോടല്ല പറയുന്നത്. ഇതെല്ലാം ഖിയാമത്ത് നാളിൽ അള്ളാഹ് ഈസാ നബി അലൈഹി സ്വലാമിയോട് പറയുന്ന കാര്യമാണ്, സംഭാഷണം നടത്തുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോ നീയാണോ എന്നെയും ഉമ്മയും നിങ്ങൾ അള്ളാഹിനെ കൂടാതെ ആരാധ്യരാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞത് എന്ന് അള്ളാഹ് ഈസാ നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിയുടെ മറുപടിയാണ്, ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല, നീ എത്ര പരിശുദ്ധനാണ്, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കതറിയാമല്ലോ, എൻ്റെ മനസ്സിലുള്ളത് നിനക്കറിയാം, നിന്റെ മനസ്സിലുള്ളത് എനിക്കറിയില്ലല്ലോ, നീയാണ് മറഞ്ഞവയെക്കുറിച്ചെല്ലാം നന്നായി അറിയുന്നവൻ. പിന്നെ പറഞ്ഞു, നീ കൽപ്പിച്ചത് എന്താണോ അതല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആ ഉദ്ധരണി വീണ്ടും പറയുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കൊട്ടേഷനകത്താണ്. ഈ കൊട്ടേഷനകത്തുള്ളത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഖുർആനിനകത്ത് കൊട്ടേഷൻ ഒന്നും ഇടില്ല. എന്താണ് പറഞ്ഞത്? ഉഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. നിങ്ങൾ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവിനെ ഇബാദത്ത് ചെയ്യൂ എന്നാണ്. അപ്പൊ അള്ളാഹ് ലഫ്ദുൽ ജലാലത്തിന് ബദലായി വന്ന റബ്ബിന് നസ്ബാണ്. അവിടെ യാ അൽ മുത്തക്കല്ലിമിലേക്ക് ചേർത്തത് കൊണ്ട് നസ്ബ് കാണുന്നില്ല. വാ ഉപയോഗിച്ച് ആ റബ്ബിനോട് അത്ഫ് ചെയ്തപ്പോഴാണ്. അത്ഫ് എന്ന് പറഞ്ഞാൽ അയിന് ത്വാ ഫ ആണ്. ഞാൻ തിരുത്തി കൊടുത്തത് നിങ്ങൾ കണ്ടാണ്. അത് ഒരാൾക്ക് തിരുത്തി കൊടുക്കുന്നത് എല്ലാവരും കാണാൻ വേണ്ടിയാ. നമ്മളതൊന്നും എഴുതി പഠിപ്പിച്ചിട്ടില്ല, അതൊക്കെ കേട്ട് പഠിക്കാൻ. അത്ഫ് അയിന് ത്വാ ഫ ആണ്. അപ്പം അത്ഫ് ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ റബ്ബിന് നസ്ബ് വന്നത്. വ റബ്ബക്കും. ഒന്നാമത്തെ റബ്ബിന് യഥാർത്ഥത്തിൽ നസ്ബാണ്. യാ മുത്തക്കല്ലിം ഉള്ളത് കൊണ്ട് ആ നസ്ബ് കാണുന്നില്ല. വ റബ്ബക്കും എന്ന് വാ ഉപയോഗിച്ച് അതിനോട് അത്ഫ് ചെയ്തപ്പോൾ അതിന് നസ്ബ് വന്നു. ഇനി നിങ്ങളുടെ റബ്ബ്, എന്റെയും നിങ്ങളുടെയും റബ്ബ്. അപ്പൊ ഇതല്ലാതെയുള്ളത് എന്താണ്? ഇതല്ലാതെയുള്ള വാക്യം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? സൂറത്തുൽ സുഖ്റൂഫിലും മറിയമിലും എന്താവുന്നത്? അവിടെ എന്താണ്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും. അവിടെ പറയേണ്ടത് ഇന്നല്ലാഹ എന്ന ലഫ്ദുൽ ജലാലത്ത് ഇന്നയുടെ ഇസ്മാണ്. റബ്ബി ഇന്നല്ലാഹ റബ്ബി റബ്ബുക്കും. അവിടെ എന്താണ്? റബ്ബി എന്നിടത്ത് ഇന്നല്ലാഹ അള്ളാഹ് ലഫ്ദുൽ ജലാലത്ത് ഇന്നയുടെ ഇസ്മാണ്. റബ്ബ് എന്താണ് അവിടെ? റബ്ബി എന്ന റബ്ബ് ഇന്നയുടെ ഖബറാണ്.
അതെ. പിന്നീട് ഖബർ ആയതുകൊണ്ട് ആ റബ്ബിന് എന്താണ് റഫ് ആണുള്ളത്. അതുകൊണ്ട് ആ റഫ്ഉള്ള റബ്ബിനോട് അത്ഫ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ റബ്ബിനും എന്താണ് റഫ് ആണ്. അതുകൊണ്ടാണ് റബ്ബി വ റബ്ബുക്കും, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഫഅ്ബുദൂഹു എന്നവിടെ പറയുന്നത്. ഓക്കെ. വകുന്തു അലൈഹിം ഷഹീദൻ. അപ്പൊ ഷഹീദിന് എങ്ങനെ നസ്ബ് വന്നു? കാനയുടെ ഖബർ. കാനയുടെ ഖബറാണ്. കുന്തു അലൈഹിം ഷഹീദൻ, ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. മാ ദുംതു ഫീഹിം. അപ്പൊ മായുടെ അർത്ഥം എന്താ? മാതുംതു എന്നുള്ള പ്രയോഗമല്ലേ? മാ ദുംതു ഒരുമിച്ചാണ്. മാദാമ ഒരുമിച്ചാണ്. മാദാമ, മാസാല, മാബലഹ എന്നൊക്കെ പറഞ്ഞെടുത്ത് മാദാമ. ഞാൻ അവരിൽ ആയിക്കൊണ്ടേ ഇരുന്നപ്പോഴെല്ലാം, ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴെല്ലാം ഞാൻ അവർക്ക് സാക്ഷിയായിരുന്നു. കുന്തു അലൈഹിം ഷഹീദൻ. അപ്പൊ അവര് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ ചെയ്ത കാര്യങ്ങളെ എനിക്ക് അറിയാവൂ എന്നാണ്. ഫലമ്മ തവഫൈതനി, നീ എന്നെ മരിപ്പിച്ചപ്പോൾ. ഇവിടെ എന്താ തവഫ എന്ന് പറഞ്ഞാൽ? പരിപൂർണമായിട്ട്. ഇവിടെ തവഫ എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തു എന്നാണ്. ഇവിടെ മരിപ്പിക്കുകയല്ല. കാരണം എന്താണ്? ഈസാ നബി അലൈഹി സ്വലാമ് മരിച്ചു എന്നത് ഇത് പറഞ്ഞിട്ടില്ല അവിടെ. ഫലമ്മ തവഫൈതനി എന്നാണ്. രണ്ടർത്ഥവും ഇല്ല അതിൽ. എന്നുള്ളതിന് നീ എന്നെ മരിപ്പിച്ചപ്പോഴൊന്നും നീ എന്നെ ഏറ്റെടുത്തപ്പോഴൊന്നും വരൂലേ? ഏറ്റെടുത്തപ്പോൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഇവിടെ. പക്ഷെ അതിന്റെ അർത്ഥം അങ്ങനെയും വരില്ലേ? തവഫ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഏറ്റെടുത്തു എന്നാണ്. അമാത്തയാണ് മരിപ്പിച്ചു. ഓക്കെ ഓക്കെ. അപ്പോ വേറെ ആയത്തുണ്ട്, ഇപ്പൊ മനസ്സിൽ വരുന്നില്ല. അത് ഉറങ്ങുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇബ്രാഹിം അല്ലദി വഫ എന്നുള്ളൊരു ഇല്ലേ? അവിടെ പൂർണ്ണമായി ഏറ്റെടുത്തു എന്ന സന്ദർഭം മരിപ്പിച്ചതിനുമാകാം. പക്ഷേ പൂർണ്ണമായി ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ മരിപ്പിച്ചത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതാണ് ഫലമാത്ത വഫൈതനി. ഇല്ല, മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞു ഇവിടെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. കുൻത അൻത റഖീബ് അലൈഹി. അപ്പൊ റഖീബിന് എങ്ങനെയാണ് നസ്ബ് വന്നത്? ആനയുടെ ഖബറാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ കുൻതയാണ്. നേരത്തെ എടുത്ത് കുന്തു ഷഹീദൻ, ഇവിടെ കുൻത റഖീബ്. അപ്പൊ കുൻത അൻത റഖീബ് അലൈഹി, നീയാണ് അവരുടെ മേലുള്ള റഖീബ്, നിരീക്ഷകൻ. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം ഉയർത്തപ്പെട്ടതിന് ശേഷം പിന്നീട് അള്ളയാണ് നിരീക്ഷകൻ, അള്ളാഹ്ക്കേ അറിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെയും കൊടുത്തതും കൂടുതൽ അവിടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെയും എന്ത് ചെയ്യാണ്? ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷനായി, ജനങ്ങളിൽ നിന്നും അപ്രത്യക്ഷനായതോടുകൂടി പിന്നീട് ഈസാ നബി അലൈഹി സ്വലാമിക്ക് ജനങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോ അങ്ങനെ ഒരു അറിവൊന്നും പ്രവാചകന്മാർക്ക് ഇല്ല. പ്രവാചകന്മാർ എന്താണ് സാക്ഷിയായത് ആ അറിവ് മാത്രമേ അവർക്കുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹ് അറിയിച്ചു കൊടുത്ത അറിവേ അവർക്കുള്ളൂ. കാനയുടെ അവിടെ തായല്ലേ? അൻത, കുന്തയിലുള്ള അൻതയാണ്. ഓക്കെ. അപ്പൊ മറ്റേ അന്തർ റഖീബ് അലൈഹി എന്നുള്ളത് ജുംല ഇസ്മിയ ഖബർ. അതെന്താണ്? അല്ല, അന്തർ റഖീബ് അൻത കുന്തയുടെ എന്തായിട്ട് പറയുക, തഅക്കീദായിട്ടാണ് എന്ത് പറയുന്നത്? തഅക്കീദ് എന്ന് പറയും.
അതായത് കുന്ത എന്ന് പറഞ്ഞിടത്ത് ഒരു അൻതയുണ്ട്. ആ അൻത തന്നെ എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്യാണ്. റഖീബിന് അലിഫ്ലാം, അതായത് ഇത് വന്നത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നോണ്ടാണ്. അൻതർ റഖീബ് റഖീബ്, അൻതർ റഖീബ്. തൊട്ട് മുമ്പത്തെ ആയത്തിൽ തന്നെയല്ലേ ഇന്നക്ക അന്ത അല്ലാമുൽ ഗുയൂബ്, അവിടെ ഉണ്ടല്ലോ ഒരു അന്ത. ഇന്നക്ക അവിടെ അല്ല, ഇത് ഇപ്പൊ ഈ റഖീബ്. സ്റ്റുഡന്റ് പറഞ്ഞതും നേരത്തെ പറഞ്ഞതും അൻത അല്ലാമുൽ ഗുയൂബ് എന്ന് പറഞ്ഞിടത്ത് എന്താണ്? അല്ലാമിനെ ഗുയൂബിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോ മാരിഫയായി. ഇവിടെയും അൻതർ റഖീബ് മാരിഫയായിട്ടാണ് പറഞ്ഞത്. നീയാണ് അർ റഖീബ്, നിരീക്ഷകൻ. സാർ നേരത്തെ ഉറങ്ങി എണീക്കുമ്പോ പറഞ്ഞതിനെ പറ്റി പറഞ്ഞില്ല, അൽഹംദുലില്ലാഹി ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ, അതാണോ? അതല്ല. ഓ, യതവഫൽ അൻഫുസ ഹീന മൗതിഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലത്തി ലം തമുത് ഹീന മനാമിഹ. ആയത്ത് നമുക്ക് അങ്ങനെ തിരിച്ചു വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്ന്. അള്ളയാണ് യതവഫൽ അൻഫുസ ഹീന മൗതിഹ, മരണത്തിന്റെ സന്ദർഭത്തിൽ നഫ്സുകളെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നത്. വല്ലത്തി ലം തമുത് ഫീ മനാമിഹ, ആയത്ത് പൂർണ്ണമായിട്ടും ഓർമ്മയുള്ളവർ പറഞ്ഞു. വല്ലത്തി ലം തമുത് ഫീ മനാമിഹ. അപ്പം മരിക്കാത്തവരെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഉറക്കത്തിലും പിടിച്ചെടുക്കും. അപ്പൊ യതവഫൽ എന്ന വാക്കാണ് രണ്ടിനോട് ഉപയോഗിച്ചത്. അല്ലാഹുല്ലദി യതവഫൽ അൻഫുസ എന്നാണ് തോന്നുന്നു. അല്ലാഹുല്ലദി യതവഫൽ അൻഫുസ ഹീന മൗതിഹ, അള്ളയാണ് നഫ്സുകളെ മരണത്തിന്റെ സമയത്ത് പൂർണ്ണമായും ഏറ്റെടുക്കുന്നത്. വല്ലത്തി ലം തമുത് ഫീ മനാമിഹ, മരിക്കാത്തവരെയും പിടിച്ചെടുക്കും. എപ്പോൾ? പൂർണ്ണമായി ഏറ്റെടുക്കും. അവര് ഫീ മനാമിഹ, അവരുടെ ഉറക്കത്തിൽ. ഓക്കെ, അപ്പൊ അൻത റഖീബ് അലൈഹിം വ അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാത്തിനും സാക്ഷിയാണ്. ഞാൻ ഉണ്ടായിരുന്നപ്പോഴുള്ളതിനും ഞാൻ ഇല്ലാത്തതിനും നീയാണ് സാക്ഷി. ഇൻ തുഅദ്ദിബഹും, അവിടെ എന്താണ്? ഇൻ തുഅദ്ദിബഹും, ഇൻ വന്നുകൊണ്ട് തുഅദ്ദിബ് ജസ്മി ചെയ്തു. ഫഇന്നഹും ഇബാദുക്, നീ അവരെ ശിക്ഷിച്ചാൽ നിന്റെ ദാസന്മാരാണ്, നിനക്ക് ശിക്ഷിക്കാം, രക്ഷിക്കാം. അപ്പം അതിന്റെ കൺക്ലൂഷൻ പറയുന്നില്ല. ഇൻ തുഅദ്ദിബഹും എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? ബാക്കി പറയുന്നില്ല. ഫഇന്നഹും ഇബാദുക്, അവർ നിന്റെ ദാസന്മാരാണ്, നിനക്ക് ശിക്ഷിക്കുകയും ചെയ്യാം, രക്ഷിക്കുകയും ചെയ്യാം. വഇൻ തഗ്ഫിർ ലഹും, വീണ്ടും ഇന്നാവർത്തിയിലുണ്ട്. വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുത്താൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നിനക്ക് പ്രതാപവാനും യുക്തിമാനുമാണ്. നിന്റെ പ്രതാപത്തിനും യുക്തിക്കും അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? നീ അവർക്ക് പുറത്തു കൊടുക്കുകയോ പുറത്തു കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത്. നമ്മുടെ റൂഹ് ഏറ്റെടുക്കുന്ന പോലെ തന്നെ നമുക്ക് റൂഹ് തരുന്നതോ അള്ളാഹു ആണല്ലോ അല്ലേ? അതെ. قال الله هذا يوم ينفع الصادقين صدقهم. അപ്പോൾ അള്ളാഹ് പറയും, എവിടെ വെച്ച സംഭവം? മഹ്ശറയിൽ വെച്ചിട്ടാണ് സംഭവം. قال الله, അള്ളാഹ് പറയും, അള്ളാഹ് എന്ന് പറഞ്ഞാൽ മാതയായിട്ടാണ് വന്നിരിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ട്രാൻസ്ലേഷനിലൊക്കെ അള്ളാഹ് പറയുമെന്നാണുള്ളത്. അപ്പൊ അതൊക്കെ ഭാഷാ ശൈലിയാണ്, ഖുർആന്റെ ശൈലിയാണ്. ഇങ്ങനെയാണ് ഖുർആനിൽ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പരിഭാഷയിലും വ്യാഖ്യാനത്തിലും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ഖുർആനിൽ തന്നെ ചിന്തിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ എന്നാണ്. അതാണ് നമ്മൾ പുതിയ ക്ലാസിന്റെ ടൈറ്റിൽ കേട്ടോ. ഏറ്റവും സാക്ഷിയാണ് ഈ പേജ്. ഏത്? ഈ പേജ് ഉസ്താദ് പറഞ്ഞതിന് വളരെ സാക്ഷിയാണ്. കാരണം വാക്കപ്പ് നോക്കിയാൽ കാര്യങ്ങൾ ക്ലിയർ ആകുന്നില്ല. അതെ.
അപ്പൊ നമ്മൾ അർത്ഥത്തിലും വ്യാഖ്യാനത്തിലും അല്ല ചിന്തിക്കേണ്ടത്. അതെ. മുമ്പൊരാള് ഒരു ഖുർആന്റെ അർത്ഥം പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. അറബിയിൽ എന്താണോ പറഞ്ഞത് അതിലാണ് ചിന്തിക്കേണ്ടത്. അവിടെ മാലി പറഞ്ഞോ, മുലാരി പറഞ്ഞോ, അമ്ര പറഞ്ഞോ, ഇസ്മു ഫായില് പറഞ്ഞോ, ഇസ്മു പിന്നെ മുലാരിയായിട്ട് പറഞ്ഞോ, എന്നിടത്തൊക്കെയാണ് വിഷയം. സാദിഖീൻ എന്തുകൊണ്ട് സാദിഖൂൻ എന്ന് വന്നില്ല? സിദ്ഖിന് എന്തുകൊണ്ട് റഫ്അ വന്നു? ഹാലായിട്ട് ഉപയോഗിച്ചതുകൊണ്ട്. എന്ത് ഹാലാണ്? അത് നല്ല ഹാല് തന്നെയാണ്. അല്ല ഇലാഫത്തല്ല, ഇത് ഇലാഫത്തല്ല. ഇലാഫത്തല്ല. ആരിലേക്ക് എന്തിനുണ്ട്? നസ്ബിയാനുള്ള കാരണം മഫ്ഊലും ബിഹി ആയതുകൊണ്ടാണ്. അല്ലാതെ വേറെ ഒരു ഹാലും ഇല്ല. ഇലാഫത്ത് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഇസ്മു വരണ്ടേ? ഇലാഫത്ത് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഒരു ഇസ്മു വരണം. ഇസ്മിനെയാണ് തൊട്ട് ശേഷം വരുന്നതിനാണ് ഇലാഫത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് അപ്പുറത്തുള്ളതിന് ഇലാഫത്ത് ചെയ്യാൻ പറ്റില്ല. യൗമു സാദിഖീൻ എന്ന് ഇവിടെ യൗമിനെ സാദിഖിന്റെ ഇലാഫത്ത് ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല. തൊട്ടടുത്തുള്ളതിനെ ഇലാഫത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ യൻഫഉ പ്രയോജനം ചെയ്യും. ആർക്ക് പ്രയോജനം ചെയ്യും? അസ്സാദിഖീന, സത്യസന്ധന്മാർ. അപ്പൊ ഇത് അറബിയുടെ ശൈലിയാണ്. മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ ഇക്ക് എന്നാണ് പറയുന്നത്. സത്യസന്ധന്മാർക്ക് എന്നാ പറയാ. അറബിയിൽ പറയുമ്പോൾ മഫ്ഊലും ബിഹിയാണ്. മലയാളത്തിൽ പറയാൻ പറ്റില്ല. അങ്ങനെ പല വാക്കുകളും നമ്മൾ മഫ്ഊലും ബിഹി ആയിട്ടുള്ള പല വാക്കുകളും മലയാളത്തിലേക്ക് പറയുമ്പോഴത്തേക്ക് അതിന് വേറെ രീതിയിൽ നമുക്ക് അർത്ഥം പറയാൻ പറ്റും. യൗമ യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. സിദ്ഖിന് എന്തുകൊണ്ട് ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ടിരിക്കുകയാണ്. സമയം കഴിഞ്ഞുകൊണ്ട് ചിലർക്കൊക്കെ ഉറങ്ങാൻ പറ്റും. ഫായിലായതുകൊണ്ട് ലഹും ജന്നാത്തുൻ. അപ്പോ സത്യസന്ധന്മാർക്ക് സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാണിത്. സത്യസന്ധന്മാർക്ക് സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാണിത്. ഈ ദിവസം പ്രയോജനപ്പെടില്ല. ഇന്ന് നമുക്ക് പ്രയോജനപ്പെടില്ല സത്യസന്ധത. ഇന്ന് നമ്മൾ പറയും, ഇപ്പൊ സത്യസന്ധന്മാരായിട്ട് ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ കാര്യമുണ്ട്. അതെപ്പോഴേ കാര്യം കിട്ടുള്ളൂ? അത് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ക്രെഡിറ്റ് ആവുകയാണ്. അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. അത് അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അവിടെ നെഫ്റ്റിന്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ. സത്യസന്ധന്മാർക്ക് സിദ്ഖാണ് കർത്താവ്. നായിബുൽ ഫായിൽ എന്തിനു വന്നു? എന്തിന് നായിബ് വന്നു? നായിബ് പ്രതിനിധി വരാൻ കാര്യം എന്താ? ഒറിജിനൽ ആള് പോയോ? അല്ല, കർത്താവാണോന്ന് ഞാൻ ചോദിച്ചത്. വേറെ ആരാ നായിബുൽ ഫായിൽ എന്ന് പറഞ്ഞു? കർത്താവാണ്, അതുകൊണ്ടാണ് റഫാവുന്നത്. അതെ. യൗമ യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. സത്യസന്ധത പ്രയോജനപ്പെടും. യൻഫഉ എന്നതിന്റെ കർത്താവ് സിദ്ഖാണ്. അപ്പൊ ഇവിടെ മഫ്ഊലും ബിഹിയാണ് മുന്തിച്ചിരിക്കുന്നത്. കാരണം എന്താ? സത്യസന്ധന്മാർക്ക് പ്രയോജനപ്പെടും. സത്യസന്ധന്മാർക്ക് പ്രയോജനപ്പെടും അവരുടെ സത്യസന്ധത. അപ്പൊ സത്യസന്ധന്മാർക്കാണ് പ്രയോജനമുണ്ടാവുക അവരുടെ സത്യസന്ധത കൊണ്ട്. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ. പറയേണ്ട കാര്യമില്ല, നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നും പിന്നെ പറയേണ്ട കാര്യം. റളിയല്ലാഹു അൻഹു. സാലിക്കൽ ഫൗസുൽ അളീം. സാലിക്കൽ ഫൗസുൽ കബീർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഫൗസുൽ അളീമാണ്, മഹത്തായ വിജയം. അളീം കബീറിനേക്കാളും അളമത്തുള്ളതാണ്. അളീം കബീറിനേക്കാളും
ഭയങ്കര മഹത്വമുള്ളതാണ് അലീം. ഫൗസുൽ അലീം. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് വമാ ഫീഹിൻ. അപ്പോ മുൽക്കു സമാവാതി വൽ അർദ്, ലില്ലാഹി മുൽക്കു സമാവാത്ത് എന്ന് പറഞ്ഞോടുകൂടി തീർന്നു. അർൾ എവിടെയാ ഉള്ളത്? അർൾ സമാവാത്തിന്റെ ഭാഗമാണ് അല്ലേ? നമ്മളൊക്കെ നിൽക്കുന്നത് എവിടെയാണ്? നമ്മൾ സമാവാത്തിലല്ലേ ഉള്ളത്? അതല്ല നമ്മൾ വേറെ എവിടെയെങ്കിലും ഉള്ളത്? ആ നാളില് നമ്മൾ അവിടെ ആയിരിക്കുമല്ലോ. അല്ല, ഇതിപ്പോഴത്തെ കാര്യമാണ്. അത് കഴിഞ്ഞു. قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الانهار خالدين فيها بدر رضي الله عنه مرضى عنه ذلك الفوز العظيم എന്നൊക്കെ പറഞ്ഞ അതോടുകൂടി അള്ളാഹ് പറഞ്ഞ കാര്യം തീർന്നു. പിന്നെ ബാക്കി ഉപസംഹാരമാണ്. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. എന്റെ ചോദ്യം, നമ്മൾ സമാവാത്തിലാണോ ഉള്ളത്, അല്ല നമ്മൾ സമാവാത്തിന്റെ പുറത്താണോ ഉള്ളത്? സമാവാത്തില്. സമാവാത്തിൽ തന്നെ. അപ്പൊ ഭൂമി എന്ന് പറയുന്ന ഒരു ഗോളമാണ്. ആ ഗോളം സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭൂമിയും സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, ബുധനും വ്യാഴവും ശുക്രനും യുറാനസും നെപ്റ്റ്യൂണും പ്ലൂട്ടോയും, ഇതെല്ലാം കൂടെ ആകാശ ലോകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അതിൽപ്പെട്ട ഒരു ചെറിയ ഗോളമാണ് ഭൂമി. ഭൂമിയെക്കാളും ഭയങ്കര ഭീമാകരമായ ഗോളങ്ങൾ വേറെയുണ്ട്. ഗ്രഹങ്ങൾ തന്നെ വേറെയുണ്ട്. ആ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് മറ്റ് നക്ഷത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതും വളരെ ചെറുതാണ്. അപ്പൊ അതിലൊരംശമാണ് ഭൂമി. ആ ഭൂമിയിൽ നമ്മൾ അധിവസിക്കുന്നു. അപ്പൊ നിങ്ങൾ അധിവസിക്കുന്ന ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത് പുറത്താണെന്ന് വിചാരിക്കണ്ട. ഭൂമി അടക്കം ആകാശത്തുള്ളതിന്റെ ഒക്കെയും ആധിപത്യം ലില്ല, അതിന്റെ മുൾക്ക്, മുലൂക്കിയത്ത്, മുൾക്ക് എല്ലാം അള്ളാഹുള്ളതാണ്. വമാ ഫീഹിൻ, പിന്നെ അതിന് ബൈനഹുമാന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്, ആകാശഭൂമികൾക്കിടയിലുള്ളതാണ്. ഇവിടെ എന്താണ്? വമാ ഫീഹിൻ, അവയിലെ അകത്തുള്ളതെല്ലാം, അവയിലുള്ളതെല്ലാം. വമാ എന്ന് പറഞ്ഞപ്പോ മാ എന്താണ്? മാ ഗൈറുൻ നാത്തിഖാണ്, സംസാരിക്കാത്ത, ജീവൻ ഇല്ലാത്തതിനുള്ളതാണ് മാ ഉപയോഗിക്കുന്നത്. മൻ ഉപയോഗിക്കുന്നത് ജീവനുള്ള സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. ഇത് രണ്ടും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വമൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, വമാ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം സമാവാത്തിൽ ഭൂമിയിലല്ലാതെയും ജീവനുള്ള വസ്തുക്കളുണ്ട് എന്ന് നമുക്ക് മൻ കണ്ടാൽ മനസ്സിലാകും. ഇവിടെ മാ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുറ്റവനാണ്. അൽ മാഇദ തീർന്നു. അടുത്ത ദിവസം നമ്മൾ ഒരു പേജ് നാളെ വർക്ക് ചെയ്യണം കേട്ടാ. ഫസ്റ്റ് പേജ് വർക്ക് ചെയ്തിട്ട് അതിന്റെ ഡൗട്ട് ഉള്ളതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകണം. അടുത്ത പേജ് അടുത്ത ദിവസം, ഓരോ പേജ് ഓരോ ദിവസം നന്നായി വർക്ക് ചെയ്യണം. എല്ലാം ഫുൾ ഗ്രാമർ നോക്കണം. ഫുൾ ഗ്രാമർ നോക്കണം. ഓരോ ക്രിയയും ഒരു ക്രിയ കിട്ടിയാൽ ഏത് ബാബിലുള്ളതാണ് കണ്ടെത്തണം. അതിന്റെ അടയാളം എന്തുകൊണ്ട് വന്നെന്ന് നോക്കണം. അതിൽ നിന്ന് എന്ത് ആശയം കിട്ടിയെന്ന് നോക്കണം ഓരോ പേജിൽ നിന്ന്. ഓക്കെ, അത് കഴിയുമ്പോൾ ആ പേജ്, ഓരോ ദിവസത്തെ പേജ് കഴിയുമ്പോൾ നമ്മൾ തന്ന പരീക്ഷയുടെ സമയവും പരീക്ഷ. അതുപോലെ നമുക്കൊരു വൻ റിസൾട്ട് കിട്ടണം. ഇനി വരാൻ പോകുന്ന പഠനം ഇത് ഈ എന്റെ ക്ലാസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പഠിക്കാൻ പറ്റണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെ ഒത്തുചേരൽ സാലിഹായ സ്വീകരിക്കട്ടെ. നിങ്ങളോട് കർശനമായി പറഞ്ഞതും അതേപോലെ ലളിതമായി പറഞ്ഞതും എല്ലാം എല്ലാവർക്കും പ്രയോജനമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആരെയും പ്രയാസപ്പെടുത്താനല്ല എന്നുകൂടി മനസ്സിലാക്കുക. അടിക്കടി നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. നമ്മൾ ചിലവഴിക്കുന്ന സമയം, അധ്വാനം, പണം ഇതെല്ലാം പ്രയോജനപ്പെടണം. മാത്രമല്ല പഠനകാലത്ത് മാത്രമേ നമ്മൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്ന് തീരുമാനിച്ചാൽ മാത്രമേ അത് യഥാവിധി പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതല്ല വരട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചാൽ
അതെപ്പോഴും എന്തായും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നാളെ ആവട്ടെ എന്ന് പറയുന്ന, പിന്നീടാവട്ടെ എന്ന് പറയുന്ന എല്ലാം എന്താണ്? ഇബ്ലീസിന്റെ പണികളാണ്, ഖുർആനിൽ നിന്നും അകറ്റാനുള്ള പണികളാണ്. പിന്നെ അടിക്കടി നമുക്ക് എന്തെയും നമ്മൾ എൻഗേജ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ വ്യാപൃതമായിക്കൊണ്ടേ ഇരിക്കുന്നതിനിടയിലും നമ്മൾ ഖുർആനിന് വേണ്ടി സമയം കണ്ടെത്തണം. അപ്പോഴാണ് നമ്മൾ മൈൻഡ് ശരിക്കും നമ്മൾ പ്രവർത്തിക്കുക. കാരണം എന്താണ്? നമ്മളെ പ്രക്ഷുബ്ധമായ അല്ലെങ്കിൽ ബിസി ആയിരിക്കുന്ന, തിരക്കായിരിക്കുന്ന സമയത്തിൽ പോലും നമ്മുടെ എക്സ്റ്റേണൽ മെമ്മറിയിൽ ഖുർആനിനെ കുറിച്ചുള്ള ചിന്ത നമ്മൾ കൊണ്ടുവരിക. അങ്ങനെ പണിയെടുക്കുക, പഠിക്കുന്നത് പ്രയോജനപ്പെടുത്തുക, അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുക. ഖുർആനും അറബി ഭാഷയും ലളിതമാണ് എന്ന സന്ദേശം നിങ്ങൾ അധിവസിക്കുന്ന സമൂഹത്തിൽ പകർന്നു കൊടുക്കുക. നമ്മളൊക്കെ നമ്മുടെ അടുത്ത ജനറേഷനെ അറബി ഭാഷയോട് അടുപ്പമുള്ളവരും ആഭിമുഖ്യമുള്ളവരും അത് പഠിക്കുന്നവരും പ്രായോഗികമാക്കുന്നവരും ഒക്കെ ആക്കി മാറ്റുക. അല്ലാതെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും ആ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല. ചോദ്യത്തിന് ഉത്തരം നൽകണം. ഏത് ചോദ്യം? ഒരു ചോദ്യം അവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഉത്തരം നൽകിയിട്ടുണ്ടാവും. കുറച്ച് പേര് ഉത്തരം തരാത്തുണ്ട്. ഇപ്പൊ ഞാൻ എണ്ണം നോക്കുമ്പോൾ, ഇവിടെ ഹാജരുള്ളവരുടെ എണ്ണം നോക്കുമ്പോൾ അതില് ഉത്തരം നൽകിയവരുടെ എണ്ണം തികയുന്നില്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും ഉത്തരം നൽകിയിട്ടുണ്ടാകാം. അതിന് ശേഷമായിരിക്കും ഇതിൽ കയറിയത്. ഞാനത് രണ്ടാമത് നോക്കിയില്ല. എന്തായാലും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് റിപ്പീറ്റ് നമ്മൾ ആദ്യമേ ഇട്ടു. അതേ ഉത്തരം തന്നെയാണ്. അല്ലല്ല, റിപ്പീറ്റ് വരുന്നാൽ അതിൽ കൗണ്ട് ചെയ്യൂല. നിങ്ങൾ എത്ര പ്രാവശ്യം നെക്കിയാലും ഒരു നെക്കേ സ്വീകരിക്കും. അതെ, നമ്മൾ ആദ്യമേ ഇട്ട് കഴിഞ്ഞു. അത് കിട്ടി. ആദ്യമായിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതില് അതിനേക്കാൾ മറ്റൻസ് കാണിക്കും. കൗണ്ട് വെച്ച് ഇടാത്തവരിടാനാ ഉസ്താദ് പറയുന്നത്. അതെ, ഇല്ലാത്തൊരിടാന്ന് പറഞ്ഞു. ഇട്ടവര് വീണ്ടും നെക്കണ്ട. ഇത് നെക്കിയാൽ അതുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതാണ് അതിന്റെ പോളിങ്ങിന്റെ പ്രത്യേകത. മാറ്റിക്കുത്തയും വേണം ചെയ്യാം. ഞാൻ വായിച്ചില്ല എന്നുള്ളത് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അവൾ വായിച്ചു എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരിക്കൽ ആൻസർ ചെയ്തത് രണ്ടാമത് ഞാൻ റിവൈസ് ചെയ്ത് നോക്കും. ഞാൻ വായിച്ചു കഴിഞ്ഞു എങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നെക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.